അപ്പോൾ ലാലേട്ടൻ കുറേ ഡിഫെൻസ് റിലേറ്റഡ് മൂവീസ് ചെയ്തിട്ടുണ്ട്, ലോട്ട് ഓഫ് ദെം. ആൻഡ് ഐ എം ഷുവർ ഈ മൂവീസിലൊക്കെ യു ഹവ് ട്രൈഡ് അഡാപ്റ്റിംഗ് ദാറ്റ് ക്യാരക്ടർ. നമ്മളൊരു സ്വാഭാവികമായിട്ട് ഞങ്ങളൊരു ഡിഫെൻസ്, ഒരു ആർമി ഓഫീസർ പോലെ യു ഹവ് ഡൺ ഇറ്റ്. ആൻഡ് യു ഓൾസോ ഗോട്ട് എ റിവാർഡ് ഫ്രം ദി ഇന്ത്യൻ ആർമി, ആൻഡ് വിച്ച് ഇസ് എ ഗ്രേറ്റസ്റ്റ് റിവാർഡ് യു ഗോട്ട്. സോ അത് കഴിഞ്ഞിട്ടുള്ള സെർവിങ്സ്, ഡിഫെൻസിനോടുള്ള സെർവിങ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ലൈക്ക് അവരുടെ ജീവിതം, ഹാവ് യു ഇൻട്രാക്റ്റഡ് വിത്ത് ദ സോൾജേഴ്സ്, അവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ വാർ ഫീൽഡിലുള്ള ലൈഫിനെ കുറിച്ചൊന്ന് പറയാമോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കേരളം എന്ന് പറയുന്നത് വളരെ ബ്ലെസ്ഡ് ആയിട്ടൊരു സ്ഥലം എന്ന് പറയാൻ കാരണം ഈ ഭാഗത്തേക്ക്, എസ്പെഷ്യലി ലോകത്തെല്ലാം സൗത്ത് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല സ്ഥലങ്ങൾ. ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ സൗത്തിലോട്ടൊന്നും നമ്മുടെ ഈ ഇത്തരം ആർമിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല. ഞാൻ പലപ്പോഴും എഴുതിയിട്ടുള്ളത് പണ്ട് ഈ സ്കൂളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്ന ട്രക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ ആൾക്കാർ അങ്ങനെ ഒരു ടാങ്കോ അല്ലെങ്കിൽ ഒരു ശബ്ദമോ ഒരു ഫൈറ്റർ പ്ലെയിനോ ഒന്നും അങ്ങനെയില്ല. നമ്മൾ ആർമി സിനിമകളും കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ വളരെ കുറവായിരുന്നു. പിന്നെ ഹിന്ദിയിലൊക്കെ ഒരുപാട് സിനിമകൾ വരികയും ഇംഗ്ലീഷിൽ ഒരുപാട് സിനിമകളൊക്കെ വരുന്ന സമയത്താണ് മലയാളത്തിൽ. ഇപ്പം ഞാൻ അതിനു മുമ്പ് സിനിമകൾ ചെയ്തിരുന്നാലും കീർത്തിചക്ര എന്നൊരു സിനിമയാണ് കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിലിമായിട്ട് ഇപ്പോഴും. അത് ഒരുപക്ഷെ ഇന്ത്യയിലുണ്ടായ ഈ ആർമി സിനിമകളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് എന്ന് വേണമെങ്കിൽ. ആ സമയത്താണ് ഞാൻ കാശ്മീരിൽ പോവുകയും അവരുടെ കാര്യങ്ങളൊക്കെ കാണുകയും ഞാൻ അതിനെക്കുറിച്ച് എഴുതുകയൊക്കെ ചെയ്തിട്ട് ഞാൻ തന്നെയാണ് ഇങ്ങനെ ടെറിട്ടോറിയൽ ആർമിയിൽ ചേരാനുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കുകയും അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒരുപാട് ലാസ്റ്റ് ഇയർ കേരളത്തിൽ നിന്ന് ആർമിയിലൊക്കെ ചേർന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഞാൻ മദ്രാസ് റെജിമെൻ്റ് 122 ബറ്റാലിയനിലാണ് ഞാൻ ചേർന്നിട്ടിപ്പം ഏതാണ്ട് 3 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഈ 3 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല ടെറിട്ടോറിയൽ ആർമി എന്ന് പറയുന്നത് ഞങ്ങളുടെ ബറ്റാലിയനായി മാറി. അതൊരു ഭാഗ്യമാണ്. ഈ വർഷത്തെ സൗത്ത് സോണിൽ ഏറ്റവും നല്ല ഫുട്ബോൾ കപ്പ് നമുക്കാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 35 കമൻഡേഷൻസ് കിട്ടി. ചീഫ് ഓഫ് ദ ആർമി അവിടെ അദ്ദേഹത്തിന് COS എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് ഒരു ബറ്റാലിയനായിട്ട് അത് മാറി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒക്കെ ഇപ്പം ഞാൻ ഒരു 4 ദിവസത്തിന് മുമ്പ് ഞാൻ മദ്രാസിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്ന് പറഞ്ഞു, ലാലേട്ട പ്ലീസ് ഐ വോണ്ട് ടു ജോയിൻ ഇൻ ടെറിട്ടോറിയൽ ആർമി, എങ്ങനെ എനിക്ക് പറ്റും? സോ ഇതിപ്പം മിനിഞ്ഞാന്നാണ് ഒരുപാട് ആൾക്കാർ എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈവൻ ഞാൻ എൻ്റെ ഒരു CompleteActor.com എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു സൈറ്റ് ഉണ്ട്. അതിൽ ഞാനൊരു ആർമി പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെ ആർമി അല്ലെങ്കിൽ എയർഫോഴ്സ്, നേവി, ടെറിട്ടോറിയൽ ആർമി ഇതിലെങ്ങനെ ജോയിൻ ചെയ്യാം, അതിലുള്ള ഒഴിവുകൾ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു സെർവിങ് ദ നേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ അവരെന്തോരം കഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയണം. മാറിപ്പോയ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് പേർക്കേ ഉള്ളൂ ഈ പ്രോബ്ലം. ആ സിസ്റ്റമിൽ അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്നവർക്കാണ്. മറ്റവർ പറയുന്നത് എന്താ ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക എന്ന് പറയുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ. പക്ഷേ തീർച്ചയായിട്ടും ഇതിനെ എന്തായാലും ഇതൊരു സൈക്കിളാണല്ലേ എന്നാണ് വിശ്വസിക്കുന്നത്. അതിങ്ങനെ കറങ്ങി വീണ്ടും നന്മയിലേക്കും തിന്മയിലേക്കും ഒക്കെ മാറിപ്പോകും. ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്യുക, ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ വേറൊരാളുടെ കാര്യത്തിലാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി, അറിഞ്ഞോ അവർ തമ്മിൽ ഇങ്ങനെയായി, ആൻഡ് വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നിങ്ങളത് പോയി കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കാതെ നിങ്ങളുടെ സിസ്റ്റമിനെ കറക്റ്റ് ചെയ്യാൻ നോക്കും അല്ലേ? നിങ്ങൾ ആദ്യം നിങ്ങളെ ശരിയാക്കി കഴിഞ്ഞിട്ട് വേറൊരാളെ ശരിയാക്കാൻ പാടുള്ളൂ. അപ്പോൾ മാറിപ്പോകുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ ഇപ്പോൾ ഒരു 1000 പേരിൽ ചിലപ്പോൾ ഒരു 200 പേരായിരിക്കും അങ്ങനെ, ബാക്കി 800 പേരും നല്ല ബന്ധങ്ങളിലും കാര്യങ്ങളിലൊക്കെ ജീവിക്കുന്നവരാണ്. പിന്നെ ഇതിന് ഇങ്ങനെ ഒരു ലിഖിത നിയമങ്ങളൊന്നും ഇല്ലല്ലോ, ഇന്നതുപോലെ ജീവിക്കാവുള്ളൂ, ഇന്നതുപോലെ ആകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അപ്പം ഇതൊരു വലിയ ഡിബേറ്റാണ് ഇപ്പോഴും. നിങ്ങൾ ആദ്യം നിങ്ങളോട് ചോദിക്കൂ എങ്ങനെയാണ് ജീവിതത്തെ കൊണ്ടുപോകുന്നത്.